ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാച്ചുറൽ വേൾഡിലേക്ക് സ്വാഗതം. കുറേ ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം നമ്മളിങ്ങനെ പാടത്തേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. നമ്മുടെ പാടമൊക്കെ എങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ അവസ്ഥ, നമ്മൾ കുറേ പച്ചക്കറിയൊക്കെ അവിടെ ഇങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായിരിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ചെറുതായിട്ടൊന്ന് വെയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നിറയെ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടാണ് അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ. അപ്പം അങ്ങനെ ഇപ്പോൾ പാടത്ത് നമ്മുടെ കൃഷീൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വഴിയിലൊക്കെ നിറച്ചും വെള്ളവും ചളിയൊക്കെ. പാടത്തു നിന്ന് അപ്പുറത്തോട്ട് വെള്ളമൊക്കെ ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വരമ്പിൻ്റെ രണ്ട് സൈഡും നിറച്ചും പുല്ലുകളാണ് കേട്ടോ. അപ്പം നമ്മൾ കണ്ടില്ലേ, വെണ്ടയ്ക്കൊക്കെ കുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സൈഡൊക്കെ നിറച്ചും പുല്ലുകളാണ്. ഇപ്പം പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തൂടെ പശുവിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ആ പുല്ലൊക്കെ തിന്ന് അപ്പോൾ എത്രയും പുല്ലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നിറച്ചും പുല്ലുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, നിറച്ചും നമ്മൾ കൃഷി ചെയ്ത് അവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ്. അത്രത്തോളം മഴ ഇപ്രാവശ്യം നമ്മുടെ പാലക്കാടിലുണ്ട്. ഇതേ അവസ്ഥയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഈ കൃഷീൻ്റെ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വേനൽക്കാലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല പച്ചക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഇവിടെ വന്ന് ഓരോന്നൊക്കെ ചെയ്തത്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൃഷി മുഴുവൻ നശിച്ചു പോകാനാണ് സാധ്യത. ഇതൊക്കെ കണ്ടോ ഗൈസ്, നല്ല ഇനം വെണ്ടയ്ക്കകളൊക്കെയാണ് നമ്മളിവിടെ കുത്തിയിട്ടിരിക്കുന്നത്. വെണ്ടയ്ക്ക, പയർ, അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ചെറിയ കുഞ്ഞു തോട്ടത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ വലിക്കാനായിട്ടാണെങ്കിൽ നമുക്കിവിടെ സാധാ പോലെ ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മഴ സമയത്ത്, അതായത് ഈ കർക്കിടക മാസത്തിലാണ് ഇത് ഇത്തിരി തളിരിട്ട് നന്നായി മുളച്ച് വരിക. അപ്പോൾ ആ സമയത്ത് ഈ പച്ചക്കറികളൊക്കെ നല്ലോണം തഴച്ച് വളരും. അപ്പം നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള അത്യാവശ്യം നല്ല പച്ചക്കറികൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ പുല്ല് കയറിയിരിക്കും. നമുക്ക് അത്യാവശ്യം പുല്ല് എങ്ങനെയെങ്കിലും വലിച്ച് കളയാമെന്ന് പറഞ്ഞാൽ പോലും നമുക്കിങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇവിടെ വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും നമ്മുടെ കൂടെ തന്നെ വേണം കേട്ടോ. നമുക്കിപ്പോൾ ഈ കൃഷിക്ക് അധികം ചിലവൊന്നുമില്ല കേട്ടോ. രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ അത്യാവശ്യം നമ്മുടെ ചെറിയച്ഛൻ്റെ വീട്ടിലുള്ള പശുവിൻ്റെ ചാണകം, ഉണങ്ങിയ ചാണകത്തിൻ്റെ പൊടി, അതൊക്കെ ഉപയോഗിച്ചിട്ട് അത് വളർത്തിയെടുത്തത്. പക്ഷേ നമ്മുടെ ഈ ചെടികളെക്കാളും മുകളിലാണ് ഇപ്പോൾ പുല്ല് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പറിച്ചെടുക്കണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വല്ലാത്ത ഇപ്രാവശ്യമാണ് ഇങ്ങനെ ഈ മഴയത്ത് ഇത്രയും പുല്ല് വളരവും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഈ കാലഘട്ടത്തിന് ശേഷം മഴയൊക്കെ ഇത്രയും നിർത്താതെ പെയ്യുന്നത് ഈ സമയത്താണ് കേട്ടോ. പിന്നെ അതാ അപ്പുറത്ത് കണ്ടോ, മീനില്ലേ, ഈ മീനുകൾ വളർത്തുന്ന സ്ഥലമാണ്. അപ്പുറത്തൊക്കെ നിറയെ കരിമ്പും തോട്ടമൊക്കെ ആയിരുന്നു പണ്ട്. ഞങ്ങളവിടെ നിന്ന് ചേച്ചിമാരും ഞങ്ങളെല്ലാവരും കസിൻസൊക്കെ ഒന്നിച്ച് അവിടെ പോയിട്ട് കരിമ്പൊക്കെ വെട്ടി കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ വെറും ഓർമ്മകൾ മാത്രമാണ്. ഇപ്പോൾ അവിടെ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം മീൻ കൃഷിയൊക്കെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും പ്രകൃതി സൗഹാർദ്ദപരമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇതിൽ നിന്ന് എന്തോ ഫ്രൂട്ടൊക്കെ കിട്ടാറുണ്ട്. ഇതിപ്പോൾ അച്ഛൻ, നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനും കൂടെ വന്നിട്ട് അച്ഛനിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടയ്ക്കൊക്കെ പറിച്ച് തരാണ് കേട്ടോ. ഇതിപ്പോൾ അച്ഛൻ കാലിലിട്ടിരിക്കുന്നുണ്ടോ ആ ഷൂ, അതുപോലത്തെ ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ പാടത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ അട്ട പോലുള്ള സംഭവങ്ങളൊന്നും നമ്മളെ കടിക്കാതിരിക്കാനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ പാടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിറച്ചും അട്ടയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയൊന്നും കുഴപ്പമില്ല, പേടിക്കാതെ തന്നെ ഇറങ്ങാം. നമ്മുടെ ഇവിടെ ഇങ്ങനെ പാടത്ത് പണിക്ക് പോകുന്നവരൊക്കെ ഈ സോക്സൊക്കെ ഇട്ടിട്ടാണ് പണിക്ക് പോകുന്നത്. കാരണം അത്രയും അട്ടകളായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കയറുന്നത് തന്നെ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളും അവിടെ ആരെങ്കിലും കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഷൂ ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഇതിപ്പോൾ കണ്ടോ, അച്ഛന് കുറച്ചൊരു അത്യാവശ്യത്തിലധികം വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഭക്ഷണത്തിന്, ഇന്നത്തെ വീട്ടിൽ കറി വയ്ക്കാനുള്ളതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇപ്പം ഈ വെണ്ടയ്ക്ക കൃഷിയിലിപ്പം നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത് തന്നെ ഈ ഷൂ ഒക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, അത്രയും തന്നെ വെള്ളമുണ്ട്. ഇനിയിപ്പം മഴ നിർത്താതെ പെയ്തു കഴിഞ്ഞാൽ അവസ്ഥ ഭയങ്കര മോശമായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ചെടികൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ പാടത്തേക്ക് ധാരാളം ഉണ്ടാവും. ഇതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഓരോന്നുണ്ടാക്കി കളിക്കും. ഇതിന് നമ്മൾ കാക്കപ്പൂ എന്നൊക്കെയാണ് പറയുക. പണ്ടത്തെ ഒരു തരം ഓർമ്മകളൊക്കെയാണ്.
നമ്മൾ പറയുന്നതാണ്. ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ അച്ഛനും അമ്മയൊക്കെ പാടത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വരുമ്പോൾ നമ്മളിങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങും. പുതിയ പുതിയ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ ആഹ്ലാദത്തിലും ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ ആ സമയത്ത്. ഇപ്പം അതൊക്കെ വെറും ചെറിയ ഓർമ്മകൾ മാത്രം. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് കടന്നു പോകാനായിട്ട് പറ്റും. ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ തരുന്ന കാഴ്ചകളാണ് ഇതിൽ പലതും.